അസ്സലാമലൈക്കും. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ളൊരു മാങ്ങാപ്പുളിയാണ്. അതിന് ഉണക്ക ചെമ്മീൻ 100 ഗ്രാം വാങ്ങിച്ചത് കഴുകി വരച്ചിട്ട് വറുത്തെടുക്കുക. നല്ലോണം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം തീ ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഗ്രൈൻഡറിലിട്ടിട്ട് അത് പൊടിച്ചെടുക്കുക. ഏകദേശം അതേപോലെ പൊടിച്ചിട്ട് അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു തേങ്ങ ചിരകിയതാണ് അതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തേങ്ങ ഒരു മിക്സിയിലിട്ടിട്ട് അത് 3 പീസ് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ട് 500 ml വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഒരു ചട്ടി എടുത്തതിന് ശേഷം നമുക്ക് 2 തക്കാളി ചെറിയതാക്കി അരിഞ്ഞ് 5 പീസ് പച്ചമുളകും നടുകീറിയിട്ട് അത് ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ടാണ് ഞാനത് 2-3 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞിട്ടുള്ള വെള്ളമായി അതിൽ ഒഴിക്കുന്നത്. നല്ലോണം തക്കാളിയും പച്ചമുളകൊക്കെ കൈ കൊണ്ട് ഉടച്ചിട്ട് അത് നമ്മൾ തിരുമ്പിയിട്ട് വേണം ഈ കറി ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നല്ലോണം ഉടച്ച് ചേർത്ത് അതിൽ പാകത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ച് കത്തിക്കുക. ഇപ്പോൾ പാകത്തിന് ഒരു 10 മിനിറ്റ് കത്തിയപ്പോൾ പാകത്തിന് വെന്തുണ്ട്. ഇനി അതിൽ ഒരു മാങ്ങ, വലിയ മാങ്ങ ആണെങ്കിൽ 1 ചെറുതാണെങ്കിൽ 2 മാങ്ങ, അത് തോല് കളഞ്ഞിട്ട് കഷ്ണം മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് ഇനി ഒന്ന് അടച്ചു വെക്കുക. ആ മാങ്ങ ഒന്ന് വേവുന്ന വരെ ഒരു 4-5 മിനിറ്റ് അടുപ്പത്ത് വെച്ച് കത്തിക്കുക. ഇനി ആ ചെമ്മീൻ പൊടിച്ചതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ചെമ്മീൻ ഇട്ട ഉടനെ നല്ലോണം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. എന്നിട്ട് ചെറിയ തീയിലൊന്ന് മൂടി വെച്ചിട്ട് അരച്ചത് തേങ്ങയും കൂടെ നല്ലോണം മിക്സിയിൽ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളതിൽ ചേർത്തിട്ട് നല്ലോണം പാകത്തിന് കട്ടി കുറയാനും പാടില്ല, കട്ടി കൂടാനും പാടില്ല. അതേ പരുവത്തിലാക്കിയിട്ട് നമ്മളത് വെള്ളം ചേർത്തെടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് പത വരുന്നതോടുകൂടെ നമ്മളിത് ഓഫാക്കുക. നല്ല പതിച്ച് പൊന്തരുത്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി 2 ടീസ്പൂണ് കടുക്, വെളിച്ചെണ്ണയിൽ തന്നെ അത് തൂമിക്കണം. 3 പീസ് ഉണങ്ങിയ മുളക്, വേപ്പില പാകത്തിന്, കറിവേപ്പില. ഇനി തീ ഓഫാക്കിയിട്ട് ആ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ ഉണക്ക ചെമ്മീനോണ്ടുള്ള മാങ്ങാപ്പുളി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് 2 ദിവസമൊക്കെ നമ്മൾ ഈ കറി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആവും. ഇത് ഇരിക്കും തോറാണ് ഇത് നന്നാവുക. അപ്പോൾ 2 ദിവസത്തിനൊക്കെ ഉള്ള കറിയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ അളവിനനുസരിച്ച് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.